ആദ്യം തന്നെ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഇന്ന് തിരുവോണമാണ്. ഞാനപ്പോൾ തലേന്ന് തന്നെ പൂവെല്ലാം കിള്ളി വെച്ചിട്ടുണ്ട് അടുത്ത ദിവസം ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അമ്മ പറഞ്ഞ് രാത്രി തന്നെ ഇട്ടേക്ക്, അല്ലെങ്കിൽ വെളുപ്പിനെ എണീറ്റ് ഇട്ട് പിന്നെ അമ്പലത്തിലൊക്കെ പോകാൻ ലേറ്റ് ആവുമെന്ന് പറഞ്ഞ്. അപ്പോൾ ഒരു 12 മണിയൊക്കെ ആയപ്പോഴേക്കും ഞാൻ ഇടാനായിട്ട് വാതിക്കയിലേക്ക് ഇറങ്ങി ആ കിള്ളിയെ പൂവൊക്കെ എടുത്ത്. പിന്നെ ഞാൻ ആലോചിക്കണേണ് ഏത് ഡിസൈൻ ഇടുമെന്ന്. പിന്നെ ഡിസൈനൊന്നും ചിന്തിച്ചില്ല, അങ്ങനെ ഇട്ട് തുടങ്ങി. 12 മണി ആയാലും കിടന്നുറങ്ങുകയും വേണം. അപ്പോൾ ഞാൻ വേഗം തന്നെ ഒരു വരക്കൊന്നും ചെയ്യാണ്ട് ഞാൻ ജസ്റ്റ് അങ്ങനെ ഇട്ടിട്ടുണ്ട്. പിന്നെ ചേട്ടനെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഒരുമിച്ച് പൂക്കളം ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഡിസൈനൊന്നും വരക്കാണ്ടൊക്കെ ചെയ്ത് കാരണം വന്നിട്ട് ഇത് മാറ്റാൻ പറഞ്ഞിട്ട് ഒന്നുകൂടി ഡിസൈൻ ചെയ്യിപ്പിച്ച്. ഞാനപ്പോൾ ആ ഒരു റോസാപ്പൂ ഇടണ വരെ നിന്നേച്ച്. അതിനിടയ്ക്ക് മഴയൊക്കെ പെയ്യാനുണ്ടായി, പിന്നെ എനിക്ക് ഉറക്കവും വരണുണ്ടായി. പിന്നെ ഞാൻ പോയി കിടന്നുറങ്ങി. പിന്നെ വന്നപ്പോൾ ഇങ്ങനെയാണ് ഉണ്ടായത്. ഇത് രാവിലെയാണ് കേട്ടോ. രാവിലെ ഒരു 6:02 ആയപ്പോൾ എന്നെ അച്ഛൻ വിളിച്ചെണീപ്പിച്ച്. പിന്നെ ഞാൻ നോക്കിയപ്പോഴേക്കും അങ്ങനെ ഉണ്ട്. പിന്നെ ഈ ഒരു വയലറ്റ് പൂവൊക്കെ ഇടാണ്ട് ബാക്കി വെച്ചേച്ച് അത് ഞാൻ അങ്ങനെ ചുറ്റിനും വെറുതെ ഡിസൈൻ ചെയ്ത് വെച്ചേച്ച്. പിന്നെ അമ്മ വിളക്കൊക്കെ കത്തിച്ച് വെച്ച് ഞാൻ പിന്നെ പോയി ഒന്നുകൂടെ നോക്കിയപ്പോഴേക്കും ആ ഒരു പൂ ചേർത്ത് വെച്ചേച്ച്. അത് അമ്മേറ്റാണ്. പിന്നെ ഞാൻ പോയി കുളിയൊക്കെ കഴിഞ്ഞ് പിന്നെ റെഡിയാവാൻ തുടങ്ങി. റെഡി ആവണതിൻ്റെ ഒക്കെ വീഡിയോ ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാട്ടോ, ഗെറ്റ് റെഡി വിത്ത് മീ പോലെ. അപ്പോൾ ഞാൻ റെഡിയാവുന്ന വീഡിയോ ശരിക്കും ഒരു ജഗബൊക വീഡിയോ ആണെന്ന് തന്നെ പറയാം. പിന്നെ റെഡിയായി കഴിഞ്ഞ് ഞങ്ങളൊരു 9 മണിയൊക്കെ ആയി അമ്പലത്തിലെത്തിയപ്പോഴേക്കും. മഴയൊക്കെ ഉണ്ടായിരുന്നു. മഴയൊക്കെ ഒന്ന് കുറഞ്ഞിട്ടാണ് പിന്നെ അമ്പലത്തിലെത്തിയത്. പിന്നെ അമ്പലത്തിൻ്റെ ഉള്ളിലൊക്കെ കയറി പ്രാർത്ഥിച്ചൊക്കെ കഴിഞ്ഞ് പിന്നെ പുറത്തിറങ്ങി പിന്നെ ആ ഒരു ദീപം അതെങ്ങനെയൊക്കെയാണ് തലക്കുഴിയേണ്ട അങ്ങനെയൊക്കെ അച്ഛൻ കാണിച്ചു തന്നെയായിരുന്നു. പിന്നെ അതൊക്കെ അവിടെ കത്തിച്ച് പിന്നെ അമ്പലത്തിന് വലം വെച്ച് പിന്നെ ഫോട്ടോ ഒക്കെ എടുക്കാനായിട്ടൊക്കെ ഇങ്ങനെ നടന്നേച്ച്. അമ്പലത്തിൽ നിറച്ച ആൾക്കാരെ എന്ന്. പിന്നെ ഞാൻ പിന്നെ ഓരോ വീഡിയോ ഒക്കെ എടുത്ത് ഇങ്ങനെ നടക്കാനുണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് അച്ഛനമ്മക്ക് വീഡിയോ എടുത്ത് കൊടുത്ത്, വീഡിയോ മാത്രമല്ല ഫോട്ടോ എടുത്ത് കൊടുത്ത്. അമ്പലത്തിൽ അങ്ങനെ കുറച്ച് നേരം നിന്നിട്ട് ഞങ്ങൾ പിന്നെ വീട്ടിലേക്ക് പോയി. എൻ്റെ ഈ നടത്തം കാണിച്ചെങ്കിലും താറാവ് നടക്കണ പോലെയാണ് എനിക്ക് തോന്നിയത്. പിന്നെ ഞങ്ങളുടെ ക്ലബിൻ്റെ അവിടെ ഓണാഘോഷത്തിൻ്റെ കൊടിയുയർത്തലായിരുന്നു. പിന്നെ അവിടെ കുറച്ച് നേരം നിന്ന് കഴിഞ്ഞ് പിന്നെ വീട്ടിലേക്ക് പോയി. പിന്നെ എൻ്റെ ഈ ലുക്കും എന്നെയും ഈ ഒരു മാലയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ ഓണസദ്യയുടെ വീഡിയോ ഒക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ ഇടാം. അത് ഇത്തിരി ഫ്ലോപ്പായിരുന്നു ഓണസദ്യ. അപ്പോൾ വീഡിയോ ഇത്രേ ഉള്ളൂ. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ.